Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത്? എന്താ മാർക്കറ്റ് റിസർച്ച്? എന്തായിരുന്നു മാർക്കറ്റ് റിസർച്ച്? എന്തായിരുന്നു? ഒരാൾ പറഞ്ഞേ, മാർക്കറ്റ് റിസർച്ച് എന്തായിരുന്നു? മനസ്സില്ലേ ആരും? മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പ്രോഡക്റ്റ് കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷ്മ പരിശോധന നടത്തി ഫൈനൽ റിസൾട്ടിൽ എത്തുന്നു. പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് എക്സാമിനേഷൻ നടത്തി ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മാർക്കറ്റ് റിസർച്ചിനെ രണ്ട് വഴികളിലൂടെ അല്ലെ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി. ഈ പ്രൈമറിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഏതൊക്കെ ബേസിലൂടെയാണ്? സർവീസസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ. ഓക്കെ. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റ് വഴിയാണ് കേട്ടോ. ഇതൊക്കെ പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും പഠിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻസ് നോക്കാം കേട്ടോ. ഇത്രയും വരെ ക്ലിയർ അല്ല എല്ലാവർക്കും? നെക്സ്റ്റ് പോർഷൻസ് എടുക്കാം കേട്ടോ. എന്താണ്? ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ആരാ ടാർഗറ്റ് ഓഡിയൻസ്? ആരായിരിക്കും ടാർഗറ്റ് ഓഡിയൻസ്? കൺസ്യൂമർ, കസ്റ്റമർ. ഓക്കെ. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഉപഭോക്താക്കൾ. അപ്പോ അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ടാർഗറ്റ് ഓഡിയൻസ് might consist of patients of a certain age, gender, location, buyer type or patients with certain clinical requirements. എന്താ പറയുന്നത്? നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് പല ഏജ് ഗ്രൂപ്പ്സ് ഉള്ള ആളുകളായിരിക്കാം. അതുപോലെ ജെൻഡറിൽ വ്യത്യാസം വരാം. പിന്നെ എന്താണ്, അവരുടെ ലൊക്കേഷനിൽ വ്യത്യാസം വരാം. അതുപോലെ എന്താണ്, സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് അല്ലെ, പല ആവശ്യങ്ങള്, പല എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഉള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു എന്താണ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഇൻട്രൊഡക്ഷൻ ടൈമിൽ പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മള് എന്താണ് ഈ ഡോളോന്റെ പാരസെറ്റമോൾ ഗുളികകൾ ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് അത് മാനുഫാക്ചർ ചെയ്യുന്നത്? അഡൽട്ട് പേഴ്സൺസിന് അല്ലെ, വലിയ ആൾക്കാരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, പാരസെറ്റമോളിന്റെ സിറപ്പ് അല്ലെ, ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്? ചെറിയ കുഞ്ഞുങ്ങളെ അല്ലെ, ചെറിയ കുട്ടികളെ മുന്നിൽ നിർത്തിയാണ് അത് അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ത് പാരസെറ്റമോളിന്റെ സിറപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ പലതരത്തിലുള്ള ഇന്ന പ്രൊഡക്റ്റിന് ഇന്ന ആളുകൾ. അതുപോലെ തന്നെ എന്താണ്, ഫേസ് ക്രീംസുകൾ അല്ലെ, സൺസ്ക്രീമുകൾ. എന്താണ്, കൂടുതലും ലേഡീസ് ആണ് അത് വാങ്ങി യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരെയൊക്കെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് എന്താ കസ്റ്റമേഴ്സിനെ അല്ലെ, ഇത് നമ്മളെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ്
മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് ആരാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുന്നതാണ് നെക്സ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും ഉള്ളു ഇതിനകത്ത് നോക്കാനായിട്ട്. എന്താണ്? ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്, കൺസ്യൂമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. നമ്മളൊരു ഹോസ്പിറ്റൽ സർവീസ് കൊടുക്കുകയാണെങ്കിൽ കൂടി തന്നെ ആ സർവീസ് ആർക്കൊക്കെ ഫലപ്രദമാവും, ഏത് തരത്തിലുള്ള കൺസ്യൂമേഴ്സിനാണ് ഫലപ്രദമാകുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ക്ലിയർ ആയോ? ഇനി എക്സാമ്പിൾ നോക്കിയേ. ഇഫ് വി വാണ്ട് ടു treat young athletes, we might consider given take on sports safety and first aid kits to coaches and athletes at the local high school, college and YMCAS. എന്താ പറയുന്നത്? YMCAS എന്ന് പറഞ്ഞാൽ യൂത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറയുന്നത്? യൂത്ത് അത്ലറ്റ്സിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട കോച്ചുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കോച്ചുകൾ ഉണ്ടാവും. അതുപോലെ എന്താണ്, കോളേജ് അങ്ങനെയുള്ള കോച്ചുകൾ ഉണ്ടാവും. യൂത്ത് ഓർഗനൈസേഷനിലുള്ള കോച്ചുകൾ ഉണ്ടാവും. അപ്പൊ ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇവർക്ക് എന്താണ് എന്താണ് യങ് അത്ലറ്റ്സിന് എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കോച്ചുകളുമായിട്ട് ചേർന്ന് ചർച്ച നടത്തി ഫലപ്രദമായ ഒരു സർവീസ് ഈ യങ് അത്ലറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, എന്താണ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആർക്ക്? ഹോസ്പിറ്റൽസിൽ. അപ്പൊ എന്താണ്, ഇതുപോലെയുള്ള കോച്ചുകളുടെ സഹായത്തോടു കൂടി അവരോട് സംസാരിച്ച് ചർച്ചകൾ നടത്തിയാണ് ഇവർക്ക് നല്ല രീതിയിലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണുള്ളത്, അവർക്ക് എങ്ങനെ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ സർവീസ് യങ് അത്ലറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ ഇത്രയും മാത്രം ഓർത്ത് വെക്കാൻ. എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ, പുതിയതായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ, അതിന് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആയോ അത്? ഓക്കെ, ഇനി എന്താണ്? ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. എന്താ ബഡ്ജറ്റ്? കേട്ടിട്ടുണ്ടാവുമല്ലോ. ബഡ്ജറ്റ് എന്താ? എന്തായിരിക്കും ബഡ്ജറ്റ്? എന്താ ബഡ്ജറ്റ്? എന്താ ബഡ്ജറ്റ്? ഫിനാൻസ് അല്ലെ? ഫിനാൻസ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചെങ്കിൽ അതിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അതാണ് നെക്സ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. ഡിറ്റർമൈനിങ് എ ബഡ്ജറ്റ് തയ്യാറാക്കണം. എക്സാമൈൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് കം up with the market budget. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കണം ആ കമ്പനിക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടോ, ഫിനാൻസ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. ഓരോ പ്രൊഡക്റ്റ് പ്ലാനും ഡിഫറെന്റ് തരത്തിലുള്ള ബഡ്ജറ്റ് പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ ചെറിയ രീതിയിലാണ് നമ്മളൊരു ബിസിനസ് ആരംഭിച്ചതെങ്കിൽ എന്താണ്, ചെറിയ രീതിയിൽ ബഡ്ജറ്റ് ഉണ്ടാക്കിയാൽ മതി അല്ലെ. അതുപോലെ തന്നെ എന്താണ്, വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ വലിയ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോ ബഡ്ജറ്റ് പ്ലാൻ ഓരോ ബിസിനസ്സിനനുസരിച്ചും ബഡ്ജറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും, ഡിഫറൻസ് ഉണ്ടാകുന്നു. ക്ലിയർ ആയോ?
അപ്പോ ഇവിടെ ബഡ്ജറ്റ് പ്ലാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓരോ കമ്പനീസിന്റെയും അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കണം ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്. Marketing budgets will be different by the types of market a practice is in, the age of a practice, and if the practice has marketed before. ഇവിടെ പറയുന്നത് നമ്മൾ ഓരോ ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ആ പ്രൊഡക്റ്റ്, ആ മാർക്കറ്റിലോട്ട് ഇറക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങള് നോക്കേണ്ടതുണ്ട്. 3 കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ പറയുന്നത്. മാർക്കറ്റിൽ കൊടുക്കുന്ന സർവീസ് എന്താണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന, ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, സർവീസ് ആണ് അല്ലെ, പുതിയതായിട്ടുള്ള സർവീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവര് കൊടുക്കുന്ന സർവീസ് ഏതാണ്? ഇനി ബിസിനസ് ആണെങ്കിൽ എങ്ങനെയാണ്, മാർക്കറ്റിലോട്ട് ഇറക്കുന്ന ആ പുതിയ രീതിയിലുള്ള മാർക്കറ്റ് പ്രാക്ടീസ്, പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ്, the age of the practice, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത്, എന്താണ്, എത്ര എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ എന്താണ്, ആൻഡ് ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ, ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള മുൻപരിചയം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു, നമ്മൾ ചെയ്യാൻ പോണ ആ സർവീസ് എന്താണ്, അതുപോലെ എന്താണ്, എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇനി എന്തെങ്കിലും ഈ ബിസിനസ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും മുൻപരിചയമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യണം. There is no standard for how much a practice should take. എന്താ പറയുന്നത്, ഇവിടെ ഇപ്പൊ ഒരു പ്രത്യേക രീതിയിൽ ഞാനൊരു ബിസിനസ് തുടങ്ങി, അപ്പോ ഇത്ര രൂപയ്ക്കുള്ളിൽ എന്നുള്ള സ്റ്റാൻഡേർഡ് വെക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഞാൻ ചെറിയ രീതിയിലുള്ള ബിസിനസ് ആണ് തുടങ്ങിയതെങ്കിൽ ചെറിയ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. അതുപോലെ എന്താണ്, വലിയ രീതിയിലാണെങ്കിലോ ഇത്ര രൂപയ്ക്കുള്ളിൽ എന്നുള്ള ആ മാനദണ്ഡം നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ഓരോ ബിസിനസ് പ്ലാനും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് വേണം തയ്യാറാക്കാനായിട്ട്. ഇങ്ങനെ എന്താണ്, പ്രത്യേക രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും പറയാനായിട്ട്, പ്രത്യേക രീതിയിലുള്ള മാനദണ്ഡങ്ങളൊന്നും വെക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? എക്സാമ്പിൾ നോക്കിയേ. If the practice is new, we can hope to spend 10% more of our annual gross income the first year you carry out the plan. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് 10% ആ ബിസിനസ്സിലേക്ക് ഇറക്കേണ്ടതായിട്ടുണ്ട്. എന്താ പറയുന്നത്, ആനുവൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഇൻകത്തിൽ നിന്ന് 10% ആ ബിസിനസ്സിലേക്ക് സ്പെൻഡ് ചെയ്യണം അല്ലെ. കറക്റ്റ് അല്ലേ ഇവര് പറയുന്നത്? ഇപ്പൊ എന്താണ്, ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു തരാം. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇൻകം അല്ലെ, ഇൻകം കുറച്ച് വെക്കട്ടെ. അപ്പൊ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ കുറച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത്രയും മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആ എക്സാമ്പിളിൽ അതുപോലെ തന്നെയുള്ള കൺസെപ്റ്റ്, സെയിം കൺസെപ്റ്റ് ആണ് പറയുന്നത്. എന്താണ്, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ ബിസിനസ് തുടങ്ങാനായിട്ട് എനിക്ക് പണം വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ കയ്യിലുള്ള കുറച്ച് പെർസെന്റേജ് ഓഫ് പണം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത് 10% ഓർ മോർ, അതിൽ കൂടുതലാവാം, 10% ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണം ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡിറ്റർമൈൻ ദ ബഡ്ജറ്റ് ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ആ എക്സാമ്പിൾ മനസ്സിലായോ നിങ്ങൾക്ക്? കൺസെപ്റ്റ് ഒന്ന് കിട്ടിയാലേ പെട്ടെന്ന് കിട്ടൂ കേട്ടോ. എക്സാമ്പിൾ മനസ്സിലായോ? വായിച്ചു നോക്കട്ടാ.
ക്ലിയർ ആണോ? ഓക്കെയാണ്. ഇനി നോക്കിയേ, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്ട്രാറ്റജീസ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്ട്രാറ്റജീസ് എന്താണ് സ്ട്രാറ്റജീസ്? തന്ത്രങ്ങളല്ലേ. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യണം? ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് തന്ത്രങ്ങള് വികസിപ്പിച്ചെടുക്കണം. അടുത്ത എലമെന്റ് ആണ് എന്ത്? ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോ ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻ ടു സ്റ്റാഫ്. അപ്പൊ എന്താ പറയുന്നത്? പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ സംതൃപ്തിയോടെ വേണം നമ്മൾ പറഞ്ഞയക്കാനായിട്ട് അല്ലെ. അവിടെ കൊടുക്കുന്ന ഓരോ സർവീസും, അതുപോലെ എന്താണ് അവിടെ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുന്നത്, പിന്നെ എന്താണ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലെ അധികൃതരായാലും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും പേഷ്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. അവർക്ക് അതിലൊക്കെ എന്താണ്, പേഷ്യൻസിനെ അതിലൊക്കെ നല്ല രീതിയിൽ സംതൃപ്തരാക്കി കൊണ്ട് വേണം അവിടെ നിന്ന് വീട്ടിലേക്ക് അയക്കാനല്ലേ. അപ്പോ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. അതാണ് ഫസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് സംതൃപ്തിയോടെ പോകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫിന് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് system within the practice website to get rid of the need to telephone the office for an appointment. ഇതാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഏത് രീതിയിലൊക്കെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക? ഒന്ന് പറഞ്ഞേ. ഏത് രീതിയിലായിരിക്കും? ഫോൺ അല്ലെ. ഫോൺ വഴി ബുക്ക് ചെയ്തെടുക്കാം. അതുപോലെ എങ്ങനെയാണ്? ഇനി ഫോൺ അല്ലാതെ എങ്ങനെ ഏതൊക്കെ വഴിയിലൂടെ ചെയ്യാൻ പറ്റും നമുക്ക്? ടോക്കൺ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഓൺലൈൻ ആയിട്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ എന്താണ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വന്നത് കൊണ്ട് തന്നെ എന്താണ് ഓൺലൈൻ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പേഷ്യൻസിന് സെൽഫായിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താനായിട്ട് പറ്റും. അപ്പോ പേഷ്യൻസിന് അവന്റെ ഇഷ്ടമനുസരിച്ച് ഏത് ഡോക്ടറെയാണോ തനിക്ക് കാണേണ്ടത് അവന്റെ ഇഷ്ടമനുസരിച്ച് ഏത് ഡേയിൽ വേണമെങ്കിലും അല്ലെ ഏത് ഡേ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ് എടുക്കാം. അവന് ഇഷ്ടമുള്ള ടൈമിൽ ഏത് ടൈമിലാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് വെച്ചാൽ അവരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേ അതൊക്കെ എന്ത് ചെയ്യാം? അതിലൂടെ അപ്പോയിന്റ്മെന്റ് നടത്താം. അതാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഓൺലൈൻ വഴി അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ക്ലിയർ ആയോ? എന്താ പറയുന്നത്? പേഷ്യൻസിന് സെൽഫായിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താം. അവന് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡോക്ടറെ കാണാൻ ഇഷ്ടമുള്ള ടൈമില് ഇഷ്ടമുള്ള ഡേയില് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം അല്ലെ. അപ്പോയിന്റ്മെന്റ് നടത്താം. ഇനി എന്താണ്? മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കർ ബെറ്റർ. എന്താ പറയുന്നത്? ഒരു പേഷ്യന്റ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോ ഏത് റൂമിലേക്കാ കടന്നു വരിക? ഏത് റൂമായിരിക്കും? അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അവര് പ്രവേശിക്കുന്നത്? ഫസ്റ്റ് റിസപ്ഷൻ ആയിരിക്കും അല്ലെ. റിസപ്ഷൻ റൂമിലേക്കായിരിക്കും അവരാദ്യം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലുള്ള റിസപ്ഷൻ റൂം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കണം.
ദാറ്റ് മീൻസ് എന്താണ്, നല്ല രീതിയിലുള്ള നീറ്റ് ആൻഡ് ക്ലീനോട് കൂടി അടക്കം ചിട്ടയോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. എന്ത് റിസപ്ഷൻ റൂം കേട്ടോ. അപ്പൊ റിസപ്ഷൻ റൂം, ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ റൂം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാം, അടക്കം ചിട്ടയോട് കൂടിയിട്ട് സാധനങ്ങളൊക്കെ അടക്കി പെറുക്കി വെച്ച് നല്ല രീതിയിൽ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ഫീൽ ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ അവര് വരുമ്പോ തന്നെ എന്താണ്, ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഇവിടെ കൊടുക്കുന്ന കെയർ നല്ല രീതിയിൽ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ വാർഡുകളും എന്തായിരിക്കും, നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്ന് അവരുടെ മനസ്സിൽ തോന്നൂലേ? അതാണ് പറയുന്നത് എന്താണ്, റിസപ്ഷൻ റൂം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് തന്ത്രം എന്താണെന്ന് നോക്കിയേ, പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. നെയിം ടാഗ്സ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ എവിടെയും ഐഡന്റിറ്റി കാർഡ് അല്ലെ, അതാണ് നെയിം ടാഗ്സ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റാഫിനും എന്ത് കൊടുക്കണം, നെയിം ടാഗ് പ്രൊവൈഡ് ചെയ്യണം. കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ് ടു ഈച്ച് ന്യൂ പേഷ്യന്റ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലോട്ട് പുതിയ പേഷ്യന്റ് വരികയാണ്, ന്യൂ പേഷ്യന്റ് വരികയാണ് എന്ന് വിചാരിക്കാം. പേഷ്യന്റ് വരുമ്പോ എന്താണ്, അവർക്ക് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അതുപോലെയുള്ള പല ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ എന്താണ്, ലാബ് എവിടെയാണ്, അതുപോലെ കാഷ്വാലിറ്റി എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവരുടെ കൂടെ ഒരു സ്റ്റാഫിനെ കൂടി അയക്കും. എന്താണ്, ഇത് റിസപ്ഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഇത് ബിൽഡിംഗ് ഇതാണ്, അല്ലെങ്കിൽ ഇത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇവിടെയാണ് ലാബ് ലബോറട്ടറി ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂ പേഷ്യൻസിന്റെ കൂടെ സ്റ്റാഫിനെയും കൂടി അവരയക്കും. ക്ലിയർ ആയോ? അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ഇനി എന്താ പറയുന്നത്, കണ്ടക്ട് പോസ്റ്റ് എൻകൗണ്ടർ ടെലിഫോൺ ഇന്റർവ്യൂസ് വിത്ത് ന്യൂ പേഷ്യൻസ് വിത്തിൻ 3 days ഓഫ് their അപ്പോയിന്റ്മെന്റ്സ്. ഇപ്പോ ഹോസ്പിറ്റലിൽ വന്ന ഒരു രോഗി അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോയി, അതുപോലെ തന്നെ എന്താണ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, OP പേഷ്യന്റും ഉണ്ടാവും, ഇൻ പേഷ്യൻസും ഉണ്ടാവും അല്ലെ. ഇവര് ഡിസ്ചാർജ് ആയി പോവുകയും അതുപോലെ തന്നെ OP ഔട്ട് പേഷ്യന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്ന് വാങ്ങിച്ച് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് അവർ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയതിനു ശേഷം 3 daysനുള്ളിൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റലുള്ള സ്റ്റാഫുകള് ഇവരെ ഫോണിൽ വിളിച്ച് ഇന്റർവ്യൂസ് നടത്തും. എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇപ്പൊ ബെറ്റർ ആയോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, മരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, മെഡിസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. എവിടെ നിന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് 3 daysനുള്ളിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ടെലിഫോൺ ഇന്റർവ്യൂസ് വഴി ചോദിക്കും. അപ്പൊ അതും എന്താണ്, നല്ല രീതിയിൽ. അപ്പൊ അവർക്ക് എന്താണ്, ഒരു സന്തോഷമായിരിക്കും അല്ലെ, ഇവര് ഞങ്ങളെ ബെറ്ററായിട്ട് നല്ല രീതിയിൽ അവിടെ നിന്ന് പോന്നാലും എന്താണ്, നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞങ്ങളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് ബെറ്റർ ആണെന്ന് മറ്റുള്ളവരോടും കൂടി പറയാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അപ്പൊ അതും കൂടി ആണ് ഇവിടെ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് വരുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്, പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്, സ്റ്റാഫിനല്ല പേഷ്യൻസിന് നല്ല രീതിയിൽ സെൽഫായിട്ട് അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താണ്, റിസപ്ഷൻ ഒക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു. അതുപോലെ നെയിം ടാഗ്സ് ഓരോ സ്റ്റാഫിനും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂ പേഷ്യൻസുകൾ വരികയാണെങ്കിൽ അവർക്ക് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ലാബുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് അവർക്ക് അറിയേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടി എന്തൊരു ചെയ്യുന്നു, സ്റ്റാഫിനെയും കൂടി അയക്കുന്നു. അവരുടെ കൂടെ സ്റ്റാഫിനെയും കൂടി അയക്കുന്നു. പിന്നെന്താ പറയുന്നത്, അവിടെ നിന്ന് അഡ്മിറ്റ് ആയ ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസിനോ അതുപോലെ തന്നെ പേഷ്യൻസിനോടും അതുപോലെ തന്നെ പിന്നെന്താ
ഒപിയിലുള്ള OP ചീട്ട് വാങ്ങിച്ച് മരുന്ന് വാങ്ങിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെയും 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെലിഫോൺ ഇന്റർവ്യൂസ് വഴി അവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലൊരു ബെറ്റർ കെയറിംഗും കൂടി അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മനസ്സിലായോ? വായിച്ചു നോക്കേ, വായിച്ചു നോക്കട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. പോയിന്റ്സ് ക്ലിയർ ആയോ? ഒക്കെയാണോ? പോയിന്റ്സ് മനസ്സിലായോ? വായിച്ചിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി നോക്കിയേ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. നെക്സ്റ്റ് എലമെന്റ് ആണ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. എന്താ ഇംപ്ലിമെന്റേഷൻ? നടപ്പിലാക്കുക അല്ലെ? നടപ്പിലാക്കുന്ന ഷെഡ്യൂൾസുകൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അപ്പോ എന്താണ് ഇവിടെ ഓരോ കാര്യങ്ങൾ അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഓൺലൈൻ കോച്ചിങ് അല്ലെ, ഓൺലൈൻ ഗ്രൂപ്പ് കോച്ചിങ്ങില് എന്ത് ചെയ്തു, നിങ്ങള് ഓൺലൈൻ കോച്ചിങ് ചെയ്യാണ്. അപ്പോ ഇന്ന ടൈം ഈ ടീച്ചർമാര് അങ്ങനെയുള്ള ടൈം ടേബിളുകൾ നിങ്ങൾക്ക് തരുമല്ലോ. ഇന്ന ദിവസം ഇന്ന ടീച്ചർ, ഫസ്റ്റ് പീരീഡ് ഈ ടീച്ചർ, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ, അങ്ങനെയുള്ള ടൈം ഷെഡ്യൂൾസ് തരും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ timeline that shows which marketing actions will be done when and by whom. അപ്പോ മാർക്കറ്റിംഗ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ. മാർക്കറ്റിംഗ് ആക്ഷൻസ് മീൻസ് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ എപ്പോൾ, വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോൾ, ആൻഡ് ബൈ whom, ആര് അല്ലെ, ആരിലൂടെ ചെയ്യണം എന്നുള്ള എന്നിങ്ങനെ കാണിക്കുന്ന ടൈം ലൈനെ പറയുന്നതാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിംഗ് ആക്ഷൻസ്, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്നുള്ള സമയരേഖ, അതിനെ പറയുന്നതാണ് എന്ത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്താണെന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഒന്ന് അടയാളപ്പെടുത്തി വെച്ച്, ഫസ്റ്റ് ലൈൻ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. എന്താണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്ന് കാണിക്കുന്ന സമയരേഖ. ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയരേഖ. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് ആര്, എപ്പോൾ, ആരിലൂടെ, എപ്പോൾ, എങ്ങനെ ചെയ്ത് കാണിക്കണം എന്നുള്ള ആ ടൈം ലൈൻ, സമയരേഖയാണ് എന്ത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. When creating the schedule, carefully take into consideration how the activity will influence the current practice operations and whether they are
enough resources to fulfill the necessary task. എന്താ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങള് കൺസിഡറേഷൻ ചെയ്യണം അല്ലെ, കുറച്ച് കാര്യങ്ങള് നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? 2 കാര്യങ്ങളാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. ഹൗ ദ ആക്ടിവിറ്റി will influence the current operations. എന്താണ്? പുതിയ നമ്മള് ഒരു ഹോസ്പിറ്റൽ പുതിയൊരു സർവീസ് ആണ് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ പുതിയ സർവീസ് കൊണ്ടുവരുമ്പോ ഓൾറെഡി ഇവിടെ പഴയ സർവീസുകൾ നിലനിൽക്കുന്നുണ്ടല്ലോ. പുതിയ സർവീസുകൾ കൊണ്ടുവരുമ്പോ ഓൾറെഡി ഉള്ള സർവീസിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. എന്താ പറഞ്ഞത്? പുതിയ സർവീസ് കൊണ്ടുവരുമ്പോ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള സർവീസുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്? whether they are enough resources to fulfill the necessary task. ഇനി പുതിയ കാര്യം കൊണ്ടുവരുമ്പോ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട്, അത് പ്രാവർത്തികമാക്കാനായിട്ടുള്ള റിസോഴ്സുകൾ വിഭവങ്ങള് ഇവിടെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഏതൊക്കെയാണ് വിഭവങ്ങള്? സ്റ്റാഫുകളുണ്ടോ, ടൈം, അതുപോലെ എന്താണ് മണി ക്യാപിറ്റൽ മണി ഉണ്ടോ, ക്യാഷ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളൊരു പുതിയ സർവീസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ ഓൾറെഡി ഉള്ള സർവീസുകളെ അത് ബാധിക്കുന്നുണ്ടോ? രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഈ പുതിയ സർവീസ് കൊണ്ടുവരുമ്പോ അത് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസുകള്, വിഭവങ്ങള് അവിടെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങള് എപ്പോൾ ആരിലൂടെ ചെയ്യണം എന്നുള്ള ആ ടൈം ലൈൻ, സമയരേഖ എന്ന് കാണിക്കുന്ന ആ സമയരേഖയെ പറയുന്നതാണ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. അതുപോലെ തന്നെ ഇങ്ങനെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ പറയുന്നത്? ഹൗ ദ ആക്ടിവിറ്റി will influence the current practice operations. അല്ലെ, എന്താ പറയുന്നത്? പുതിയ കാര്യം കൊണ്ടുവരുമ്പോ ഓൾറെഡി ഉള്ള സർവീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ എന്താണ്? പുതിയ കാര്യം കൊണ്ടുവരുമ്പോ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അത് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂള് നമ്മൾ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. നമ്മളൊരു പുതിയ സാധനം കൊണ്ടുവരുമ്പോ, പുതിയൊരു സർവീസ് കൊണ്ടുവരുമ്പോ അതിന്റെ എന്താണ്? അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, evaluate plan frequently by comparing your progress with the implementation schedule. നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ചെയ്തു അല്ലെ, പുതിയൊരു സർവീസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പോ അവിടെ എന്തൊക്കെയാണ് കമ്പയർ ചെയ്യേണ്ടത്? പുതിയ സർവീസും പഴയ സർവീസും കൂടി കമ്പയർ ചെയ്ത് പുതിയ സർവീസ് കൊണ്ടുവന്നിട്ട് അതെന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും പ്രോഗ്രസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇവിടെ എന്താണ് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്താണ്? കമ്പയർ ചെയ്യുകയാണ് അല്ലെ. പുതിയ സർവീസും പഴയ സർവീസും കൂടി കമ്പയർ ചെയ്ത് പുതിയ സർവീസ് കൊണ്ടുവന്നപ്പോ അവിടെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ക്ലിയർ ആയോ?
ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? പുതിയ സർവീസും പഴയ സർവീസും കൂടി കമ്പയർ ചെയ്ത് പുതിയ സർവീസ് വന്നപ്പോൾ അവിടെ പ്രോഗ്രസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തുന്നു. ഇനി നോക്കിയേ, there are several ways you can judge the result of your progress. Patient surveys scores, referral source, increased income, increased new patients and decreased complaints. എന്താ പറയുന്നത്? ഇങ്ങനെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വഴികളുണ്ട്. ആ വഴികൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് സർവേ സ്കോർസ് അല്ലെ, പേഷ്യന്റ് സർവേ നടത്തി അതിന് സ്കോറുകൾ ഇടുന്നത്. അതുപോലെ തന്നെ എന്താണ്? റഫറൽ സോഴ്സസുകള്, എന്താണ്? പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തെടുക്കാം, കളക്ട് ചെയ്യാം. അതുവഴി നമുക്ക് അവിടെ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താണ്? ഇൻക്രീസ്ഡ് ഇൻകം അല്ലെ, ഹോസ്പിറ്റൽസിന് പ്രോഫിറ്റ് ഉണ്ടോ, പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ അത് നോക്കുമ്പോ എന്താണ്? ഹോസ്പിറ്റലിന് അപ്പൊ ഈ പുതിയ സർവീസ് വന്നിട്ട് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്താണ്? ഇൻക്രീസ് ന്യൂ പേഷ്യൻസ് വരുന്നത്, ന്യൂ പേഷ്യൻസിന്റെ ഇൻക്രീസ്മെന്റ്. അതുപോലെ എന്താണ്? ഡിക്രീസ്ഡ് കംപ്ലൈൻസ് കുറവ് അല്ലെ, ഡിക്രീസ് ചെയ്യുക, കംപ്ലൈൻസുകൾ വരുന്നത് അതിന്റെ കുറവ് അല്ലെ, കംപ്ലൈൻസ് കുറവ്, അതിൽ കുറവുണ്ടാകുന്നത്. അപ്പോ ഇത്രയും വഴികളാണ് പ്രോഗ്രസ് ചെക്ക് ചെയ്യേണ്ട സെവറൽ വേ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് സർവേ വരുന്നുണ്ട്, റഫറൽ സോഴ്സസ് വരുന്നുണ്ട്, ഇൻക്രീസ്ഡ് ഇൻകം, ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് ആൻഡ് ഡിക്രീസ് കംപ്ലൈൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പുതിയൊരു സർവീസ് കൊണ്ടുവന്നു, ആ സർവീസും പുതിയ സർവീസും പഴയ സർവീസും കൂടി കമ്പയർ ചെയ്തപ്പോ പുതിയ സർവീസ് ഇവിടെ ഹോസ്പിറ്റലില് കൊണ്ടുവന്നപ്പോ ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, വിലയിരുത്തണം. ഇനി ആ ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ വഴികളിലൂടെയാണ്? പേഷ്യന്റ് സർവേ നടത്തിയിട്ട് റഫറൽ സോഴ്സസുകള്, പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, ഇൻക്രീസ് ഇൻകം, ഇൻക്രീസ് ന്യൂ പേഷ്യൻസ്, ഡിക്രീസ് കംപ്ലൈൻസ്. ക്ലിയർ ആയോ? എളുപ്പല്ലേ മനസ്സിലാക്കാനായിട്ട്? ഡൗട്ട് ഒന്നും ഉണ്ടാവൂല. ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കൂട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചു. ഓക്കെ ആണ്. അപ്പോ എന്താണ്? ഇത്രയും ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് വരെയാണ് നമ്മുടെ എന്താ മാർക്കറ്റിംഗ് പ്ലാൻസിന്റെ എലമെന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അല്ലെ നമ്മൾ പറഞ്ഞത്. പഠിച്ചത് എന്താണ്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ 2 സ്റ്റെപ്പാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇനി മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഏതൊക്കെയായിരുന്നു? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, അനലൈസ് ദ റിസർച്ച്, ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്, determine a budget, develop marketing strategies, develop an implementation schedule, and last one is create an evaluation process. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. ഏതൊക്കെ രീതിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റോ? അഡ്വർടൈസിങ് വഴി, പിന്നെ സെയിൽസ് കൂട്ടുന്നതിലൂടെ, പബ്ലിസിറ്റി. ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പ്രമോഷൻ. ഗുഡ്. നോക്കൂ കേട്ടോ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി of the marketing mix variables. അപ്പോ മാർക്കറ്റിംഗ് മിക്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. ഏതൊക്കെയാ മാർക്കറ്റിംഗ് മിക്സ്? ഏതൊക്കെയാ മാർക്കറ്റിംഗ് മിക്സ്? പ്രൈസ്, പ്രൊഡക്റ്റ്, പിന്നെന്താ ഏതൊക്കെയാ? പ്ലേസ് അല്ലെ. 4 സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് 4 സ്ട്രാറ്റജീസ്? പ്രൈസ്, പ്രമോഷൻ, പ്രൊഡക്റ്റ് ആൻഡ് പ്ലേസ്. പ്ലേസിനെ പറയുന്ന, പ്ലേസ് സ്ട്രാറ്റജീനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് മിക്സിനെ പറ്റിയാണ് അല്ലെ ഇനി പഠിക്കാൻ പോകുന്നത്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് ആണ് അല്ലെ. മാർക്കറ്റിംഗ് മിക്സ് സിമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന്. ക്ലിയർ ആയോ? 4 സ്ട്രാറ്റജീസിനെ കൂടി അതിന്റെ മിക്സിനെ പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. മാർക്കറ്റ് മിക്സിനെ സിമ്പിൾ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ മിക്സ്, 4 സ്ട്രാറ്റജീസിന്റെ മിക്സ്. ഓക്കെ, അപ്പോ ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടീസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ എങ്ങനെയാണ് നോക്കിയേ? സെക്കൻഡ് പോയിന്റ് നോക്കിയേ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് consist of a number of elements. Marketing communication included ആയിരിക്കുന്ന number of elements ഉണ്ട്. ഏതൊക്കെയാണ് number of elements that make up the marketing communication means? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. അഡ്വർടൈസിങ്, പിന്നെന്താണ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെ, വ്യക്തിഗത വിൽപ്പന, പിന്നെന്താണ് സെയിൽസ് പ്രമോഷൻ, വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വരുന്ന സെയിൽസുകൾ. അതുപോലെ തന്നെ എന്താണ് പബ്ലിസിറ്റി ഉണ്ട്, പിന്നെന്താണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ എന്താണ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. സൈബർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈബർ മാർക്കറ്റിംഗ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ മീഡിയാസ് വഴി, ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, സോഷ്യൽ മീഡിയാസ് വഴി അല്ലെങ്കിൽ എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് നടത്താറില്ലേ, അതാണ് സൈബർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മാർക്കറ്റിംഗ് അല്ലെ, എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഏതിലൂടെയൊക്കെ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? അഡ്വർടൈസിംഗിലൂടെ, പേഴ്സണൽ സെല്ലിങ്ങിലൂടെ, സെയിൽസ് പ്രമോഷനിലൂടെ, അതുപോലെ എന്താണ് പബ്ലിസിറ്റി വഴി ചെയ്യാം, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, സൈബർ മാർക്കറ്റിംഗ്. സൈബർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ഏതൊക്കെയാണ് വരുന്നത് മാത്രം ഒന്ന് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് ഓർത്ത് വെച്ച് പഠിക്കാം. അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിങ്, സെയിൽസ് പ്രമോഷൻ, പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. ഇനി മാർക്കറ്റിംഗ് മിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് എന്ത്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയാവോ? ഇല്ല, അതിന് ചെയ്യണം ജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലെ. അത് ഏതിലൊക്കെ കൂടെ സാധിക്കുന്നുണ്ട്? അഡ്വർടൈസിംഗിലൂടെ, പേഴ്സണൽ സെല്ലിങ്ങിലൂടെ, സെയിൽസ് പ്രമോഷനിലൂടെ പറ്റും. അതുപോലെ എന്താണ് പബ്ലിസിറ്റി, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്.
ക്ലിയർ ആയോ? ഓക്കെ ആണോ? പിന്നെന്താണ് ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് എന്ത്? മെത്തേഡ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഫ്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആർ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പസ്, awareness programs for consumers, medical camps, website marketing to different referral avenues such as corporates, insurance companies, smaller healthcare organizations, alluring international patients through medical tourism and promotional packages for various occasions. എന്താ പറയുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഏതൊക്കെ മെത്തേഡ്സിലൂടെ ആയിരിക്കാം? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പസ് വഴി, അതുപോലെ എന്താണ് മെഡിക്കൽ ക്യാമ്പില് കസ്റ്റമേഴ്സിനുള്ള മെഡിക്കൽ ക്യാമ്പ് വഴി അവർക്ക് അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുന്നതിലൂടെ, അതുപോലെ എന്താണ് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് അല്ലെ, ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വെബ്സൈറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം? ഈ എന്താണ് കോർപ്പറേറ്റ്സ്, സംഘടനകള്, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ്, ചെറുകിട ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ് ഈ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ചെറിയ രീതിയിൽ ടൈപ്പ് ഉള്ള സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ അവരിലൂടെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഈ സർവീസുകള് എന്താണ് ഓൺലൈൻ മാർക്കറ്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ് ഇപ്പോ മെഡിക്കൽ ടൂറിസം അല്ലെ, ഇന്റർനാഷണൽ നമ്മുടെ രാജ്യത്ത് പുറത്തു നിന്നുള്ള പേഷ്യൻസ് വന്നിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്താറില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ചെയ്യാറുണ്ടോ അങ്ങനെ? പുറം രാജ്യത്തു നിന്നുള്ള പേഷ്യൻസ് അല്ലെ, പുറം രാജ്യത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറില്ലേ? സ്പാ ഒക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ എന്താണ് അതൊക്കെ എങ്ങനെയാണ്? ഇന്റർനാഷണൽ വഴി ആ ഇന്റർനാഷണൽ പേഷ്യൻസ് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഓൺലൈൻ മാർക്കറ്റ് വഴി അല്ലെ, ഓൺലൈനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരിലേക്ക് ആ ഇൻഫർമേഷൻ ഈ ഹോസ്പിറ്റലിൽ ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷൻ കിട്ടുന്നതിലൂടെയാണ് അവർ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അല്ലെ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ എന്താ പറയുന്നത്? effective hospital marketing is fulfilled by developing smart and sensible advertising and marketing campaigns. എന്താ പറയുന്നത്? ഫലപ്രദമായിട്ടുള്ള, എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രദമായ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ പൂർത്തീകരണം നടക്കണമെങ്കിൽ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സമർത്ഥമായും സെൻസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർട്ടായും വിവേകപൂർണവുമായിട്ടുള്ള പരസ്യ വിപണന ക്യാമ്പയിനുകൾ വികസിപ്പിക്കുക. അപ്പോ അതിലൂടെ പറയുന്നത് എന്താണ്? ഇപ്പോ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അവരിലേക്ക്, അവരുടെ മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെ, കുറഞ്ഞ ടൈം ആയിരിക്കും അല്ലെ അഡ്വർടൈസ്മെന്റ് വഴിയൊക്കെ. ഇത്ര ടൈം ഉണ്ടാവുമല്ലോ അഡ്വർടൈസ്മെന്റ് ഒക്കെ. അപ്പൊ കുറഞ്ഞ ടൈമില് കറക്റ്റ് ആ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സെൻസിബിൾ, അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കണം. ആ കൺസെപ്റ്റ് അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ഇതിലൂടെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെയുള്ള മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെ, അഡ്വർടൈസ്മെന്റ്, അതുപോലെയുള്ള വെബ്സൈറ്റുകൾ, അങ്ങനെ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കറക്റ്റ് രീതിയിൽ ആ ചെറിയ ടൈമിനുള്ളിൽ നമുക്ക് ആ കൺസെപ്റ്റ്, ആ കൊടുക്കുന്ന സർവീസ് എന്താണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവര് പുതിയതായിട്ട് ഇറക്കാൻ പോണ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ള ഇൻഫർമേഷൻ അതിലൂടെ കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്? പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് എന്താണോ ആ സർവീസിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവാനായിട്ട് അഡ്വർടൈസ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട്. കുറച്ച് ടൈമിനുള്ളിൽ ആ സർവീസ് എന്താണോ, ആ സർവീസ് കൊടുക്കുന്നത് എന്താണോ, അവർ കൊടുക്കുന്ന സർവീസ് എന്താണോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് should consist of a well-structured media mix to include press release, print, television, radio and web. അപ്പോ ഈ ഹോസ്പിറ്റൽ മാർക്കറ്റ് ക്യാമ്പയിൻസ് ഒക്കെ കൊടുക്കുന്നത് ഏതിലൂടെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആകുന്നത്? പ്രസ് റിലീസ് അല്ലെ. പ്രസ് റിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും പ്രസ് റിലീസ്? പത്രക്കുറിപ്പുകൾ അല്ലെ പത്രക്കുറിപ്പുകൾ. അതുപോലെ എന്താണ് പ്രിന്റുകളിലൂടെ കിട്ടുന്നുണ്ട്, ടെലിവിഷനിലൂടെ കിട്ടുന്നുണ്ട്, റേഡിയോസ് വഴി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഓൺലൈനിലൂടെ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പുതിയൊരു സർവീസിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ അത്? അപ്പോ ഈ 3 മെത്തേഡ്സ് ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെ വഴി നമുക്ക് കിട്ടുന്നുണ്ട്? ഫസ്റ്റ് പോലെ എന്തൊക്കെയാ പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പ്സ് വഴി, അവയർനെസ് പ്രോഗ്രാംസ് വഴി, അതുപോലെ തന്നെ എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, പുറം രാജ്യങ്ങളിലുള്ള വ്യക്തികൾ വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അത് എങ്ങനെ, ഏതിന്റെ ഭാഗമാണ്? ഓൺലൈനിലൂടെ അവരുടെ ട്രീറ്റ്മെന്റ് ആ കൺസെപ്റ്റ് അവരിലേക്ക് എത്തുന്നത് വഴിയാണ്. അവര് ആഡ് വഴി അല്ലെങ്കിൽ എന്താണ് അഡ്വർടൈസ്മെന്റ് വഴിയാണ് അവരിലേക്ക് കൺസെപ്റ്റ് എത്തി ഇവിടെ വന്ന് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് അഡ്വർടൈസ്മെന്റിലൂടെ എന്താണ് പെട്ടെന്ന് തന്നെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ രീതിയിൽ ചെറിയ ടൈമിലാണ് അഡ്വർടൈസിംഗ് നടത്തുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ചെറിയൊരു സെക്കൻഡ്സ് ആയിരിക്കാം. ആ സെക്കൻഡ് കുറവ് ടൈമിനുള്ളിൽ ആ ഐഡിയ എന്താണോ അവർ ഇറക്കുന്നത്, ആ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സർവീസ് എന്താണോ അത് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അഡ്വർടൈസ്മെന്റിലൂടെ. അതുപോലെ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഏതിലൂടെയൊക്കെയെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്? പ്രസ് റിലീസസ് അല്ലെ, എന്താണ് ഈ പത്രക്കുറിപ്പുകൾ, അതുപോലെ തന്നെ പ്രിന്റുകളിലൂടെ, ടെലിവിഷനിലൂടെ, റേഡിയോകളിലൂടെ, വെബ്സൈറ്റുകളിലൂടെ അല്ലെ, ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് എന്താണ് പല ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഈ പോയിന്റ്സ് ഒക്കെ. ഓക്കെ ആണോ? ഇതോടുകൂടി നമ്മുടെ മാർക്കറ്റിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. പ്രിന്റ് ഇല്ലേ എല്ലാവരുടെയും കയ്യില്? പ്രിന്റ് ഉണ്ടോ? ഉണ്ട്. ഇല്ലാത്തവരെ എടുത്തു വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ഡേ തുടങ്ങി മിസ് അത് എടുക്കും. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? വായിച്ചു വരണം കേട്ടോ. അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങള് അന്നാന്ന് തന്നെ വായിക്കാം. ഓക്കെ, താങ്ക് യു.